ക്ലാസ് റൂമിൽ ക്ലാസ് വർക്കിൽ അധ്യാപകന് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിർമ്മിക്കാം എന്നും അത് വിദ്യാർത്ഥിക്ക് എങ്ങനെ അയച്ചു കൊടുക്കാമെന്നും വിശദീകരിച്ചിട്ടുള്ള വീഡിയോ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അതിനെ തുടർന്നുള്ള വീഡിയോ ആണ് ഇത്. ഗൂഗിൾ ക്ലാസ് റൂമിൽ ക്ലാസ് വർക്ക് എന്ന രീതിയിൽ അധ്യാപകൻ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി ഉത്തരം എഴുതി തിരിച്ചയക്കേണ്ടത് എന്നുള്ളത് വിശദീകരിക്കുന്നതിനാണ് ഈ വീഡിയോ. വിദ്യാർത്ഥികൾ മിക്കവാറും മൊബൈൽ ഫോണാണ് ക്ലാസ് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർഫേസാണ് ഇപ്പോൾ കാണിക്കുന്നത്. മൊബൈൽ ഫോണിൽ കുട്ടി എങ്ങനെ ഉത്തരം എഴുതി അയക്കും. ഇനി മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക. മൊബൈൽ ഓണാക്കി വിവിധ ആപ്പുകൾ നിരീക്ഷിക്കുന്നു. അതിൽ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യുക. കുട്ടി മൊബൈലിൽ ക്ലാസ് റൂം തുറക്കുന്നു. അവിടെ +1 സയൻസ് എയിലാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയാൽ ന്യൂ ക്വസ്റ്റ്യൻ അസൈൻഡ് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് കാണാം. ക്ലിക്ക് ചെയ്യുന്നു. നൗ യു ക്യാൻ സീ ആ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്ട് ആർ ദി 2 ഗ്രൂപ്പ്സ് ഓഫ് എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ്, 2 scores. രണ്ടാമത്തെ ചോദ്യം ദി എസെൻഷ്യൽ എലിമെൻറ്റ് പ്രസൻറ്റ് ഇൻ ക്ലോറോഫിൽ മോളിക്യൂൾ ഈസ് ഡാഷ്. അതിൻ്റെ ഉത്തരം എവിടെ എഴുതും? ഉത്തരം താഴെ നോക്കിയാൽ യുവർ ആൻസർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ടൈപ്പ് യുവർ ആൻസർ ടൈപ്പ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ദി 2 ഗ്രൂപ്പ്സ് ഓഫ് എസെൻഷ്യൽ എലിമെൻറ്റ്സ് in plants are micronutrients and macronutrients. Any second question, name the element which is present in chlorophyll. Answer magnesium, Mg is the essential element present in chlorophyll. ഇപ്പോൾ ഉത്തരം എഴുതി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് താഴെ നോക്കിയാൽ ടേൺ ഇൻ എന്നുള്ള ബട്ടൺ കാണാം. ടേൺ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉത്തരം ടീച്ചറിൻ്റെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് പോകും. കുട്ടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറിന് ക്ലാസ് വർക്ക് പേജിൽ കുട്ടി സബ്മിറ്റ് ചെയ്തത് കാണാൻ പറ്റും. കുട്ടി ക്ലാസ് വർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ ഇനി സബ്മിറ്റ് ബട്ടൺ ഇരുന്ന ഭാഗത്ത് എഡിറ്റ് എന്നുള്ള ബട്ടണാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ അയച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും അത് അയക്കാവുന്നതാണ്. എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേ ചോദ്യത്തിൻ്റെ ഉത്തരം എടുത്ത് എഡിറ്റ് ചെയ്ത് വീണ്ടും ടേൺ ഇൻ ചെയ്ത് റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നു. അതിനുശേഷം എഡിറ്റ് ചെയ്തതിന് ശേഷം ടേൺ ഇൻ ക്ലിക്ക് ചെയ്യുന്നു. ടേൺ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ടേൺഡ് ഇൻ എന്ന് എഴുതിയിട്ടുള്ളത് ശ്രദ്ധിച്ചോളൂ. സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവിടെ എഴുതി കാണിക്കുക ടേൺഡ് ഇൻ എന്നാണ്. മാത്രവുമല്ല താഴെ ആൻസർ സബ്മിറ്റഡ് എന്നും കൂടെ എഴുതി കാണിക്കും. ഇത്രയുമാണ് സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി സബ്മിറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ. ദാറ്റ് ഈസ് ഓപ്പൺ ദി ക്ലാസ് റൂം, ഓപ്പൺ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ആൻസർ, ക്ലിക്ക് ടേൺ ഇൻ. എത്ര എളുപ്പമാണെന്ന് നോക്കൂ. വളരെ ഈസിയായി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ ടീച്ചറിന് തിരിച്ചയക്കാം, അതും മൊബൈൽ ഫോണിലൂടെ. ഇനി ടീച്ചർ എന്ന നിലയിൽ ഈ ആൻസേഴ്സ് നോക്കി മാർക്കുകളും ഗ്രേഡുകളും എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് അടുത്ത വീഡിയോ. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ്, like and share Raju's Science World for more videos.